അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിനെ വിളിക്കുക. ഉത്രാടത്തിൻ്റെ മുക്കാല് തിരുവോണം അവിട്ടത്തര, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. മകരക്കൂറുകാർക്ക് കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതായത് ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സോ പാർട്ട്ണർഷിപ്പോ ഒക്കെ നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ജോലി ചെയ്യുന്നവർ, അതിലൊക്കെ തനിക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാം. 7ാം ഭാവത്തിലേക്ക് ആണ് വ്യാഴം വരുന്നത്. ഇതിൽ കൂടെ നമുക്ക് റെക്കഗ്നീഷൻ വർദ്ധിക്കുന്നതായിട്ട് ആണ്, മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസം പിടിച്ചു പറ്റാൻ സാധിക്കും. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഇതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സ്, അതായത് ഇപ്പോൾ വർക്ക് ലോഡ് പലപ്പോഴും നമ്മളെ കൂടുതലായിട്ട് ജോലി ഏൽപ്പിക്കുക അഥവാ ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക, പ്രത്യേകിച്ച് ആഴ്ചാവസാനത്തിൽ കുറേയേറെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും ജോലി കൂടുതലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കൂട്ടായ്മ കൊണ്ടുള്ള സംരംഭകത്വം, കൂട്ടായ്മയിൽ കൂടെ വന്നു ചേർന്ന സംരംഭകത്വത്തിൽ കൂടെ ഉണ്ടാകുന്ന ലാഭങ്ങളൊക്കെയാണ് ഇവർക്കുണ്ടാകാൻ സാധ്യത. ധനപരമായിട്ട് അത്ര മോശം എന്ന് പറയാനില്ല, എന്നാൽ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഇൻകം തന്നെയാണ് ഉണ്ടാകുക. ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ശാരീരിക ക്ഷീണം, മാനസിക പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ കൊണ്ടാണ് അത് സംഭവിക്കുക. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ഗ്രഹത്തിന് പൂജ ചെയ്യുക, ശാസ്താവിന് ധർമ്മശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക, എള്ള് തിരി, എള്ള് പായസം മുതലായവ നടത്തുക. ഈ ഗ്രഹത്തിൻ്റെ വസ്ത്രം, പാത്രം, ധാന്യം മുതലായവയോടുകൂടി ഒരു ഉത്തമനായിട്ടുള്ള ഉപാസകന് ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്.